ബിറ്റ് വെച്ച് ഫുട്ബോൾ ജയിച്ചെന്നാ പോടാ. ഇങ്ങനെ 2006 ഫുട്ബോൾ വേൾഡ് കപ്പിലെ ക്വാർട്ടർ ഫൈനലാണ് അർജന്റീന വേഴ്സസ് ജർമ്മനി. 120 മിനിറ്റ് കളിച്ചു, കളി ഒരിടത്തും എത്തിയില്ല. കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോകുന്നു. ആൻഡ് ഈ വേൾഡ് കപ്പിലെ ഈ ക്വാർട്ടർ ഫൈനലിൽ ജർമ്മൻ ഗോൾ കീപ്പർ ജെൻസ് ലേമാന് ഒരു ബിറ്റ് കിട്ടുവാണ് കോച്ചിങ് ടീമിൽ നിന്ന്. അർജന്റീനയുടെ ഓരോ പ്ലേയേഴ്സും എങ്ങനെയായിരിക്കും അവരുടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കിക്ക് ചെയ്യാൻ പോകുന്നുള്ള ഡാറ്റ ആയിരുന്നു ആ പേപ്പറിൽ. ഇത് പെൻസിലിൽ എഴുതിയ ഒരു പേപ്പർ ഷീറ്റിൽ എഴുതിയ ഒരു ബിറ്റ് ആയിരുന്നു. ഇദ്ദേഹം ഇത് മടക്കി സോക്സിൽ വെച്ചു, എന്നിട്ടാണ് പെനാൽറ്റി ഷൂട്ടിന് പോകുന്നത്. ഓപ്പോസിറ്റ് ഏത് വലിയ പ്ലെയർ വന്നാലും ഇദ്ദേഹം ഈ ബിറ്റ് എടുക്കും. ഈ ബിറ്റ് എടുത്ത് വായിച്ചു നോക്കും, മടക്കും, തിരിച്ചു വെക്കും. രണ്ട് രീതിയിലാണ് ഇത് ജർമ്മനിക്ക് ഗുണം ചെയ്തത്. ബിക്കോസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഓരോ പ്ലെയറും കൺഫ്യൂസ്ഡ് ആവും, ഇയാൾ എന്താണ് ഈ പെനാൽറ്റിക്ക് മുമ്പ് നോക്കുന്നത്. അതുപോലെ തന്നെ ഗോൾ കീപ്പറിന് അവിടെ ഒരു ടൈം കിട്ടുവാണ്. കംപ്ലീറ്റ്ലി മാനസികമായിട്ട് റെഡി ആയിട്ടായിരിക്കും ഗോൾ കീപ്പർ നിൽക്കണം. അതേസമയത്ത് ഓപ്പോസിറ്റ് പ്ലെയർ ആണെങ്കിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് കിക്ക് എടുക്കാൻ റോബർട്ടോ അയല വരുന്നു, നമ്മുടെ ലേമാൻ സോക്സിൽ നിന്നും ചിട്ടെടുക്കുന്നു, നോക്കുന്നു, മടക്കുന്നു, തിരിച്ചു വെക്കുന്നു. റോബർട്ടോ വന്നിട്ട് കിക്ക് ചെയ്യുന്നു, ഗോളി തടഞ്ഞിരുന്നു. അതുപോലെ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് പിന്നീട് ക്യാമ്പിയാസോ വരുന്നു, അപ്പോഴും അദ്ദേഹം കുനിയുന്നു, സോക്സിൽ നിന്നും ചിട്ടെടുക്കുന്നു, നോക്കുന്നു, മടക്കുന്നു, തിരിച്ചു വെക്കുന്നു. ക്യാമ്പിയാസോ അടിക്കുന്നു, ഇദ്ദേഹം തടയുന്നു, ഗോൾ പോകുന്നില്ല. ജർമ്മനി 2 ഗോളുകൾ തടയുന്നു. അതേസമയത്ത് ജർമ്മനിയുടെ 4 ഫസ്റ്റ് ചാൻസിലും അവർ ഗോളാക്കി. അങ്ങനെ ആ കളി 4-2 പെനാൽറ്റി ഷൂട്ടൗട്ട് ജർമ്മനി ജയിക്കുന്നു. ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയെ തോപ്പിച്ച് ജർമ്മനി സെമിയിലേക്ക് പോകുന്നു. ആൻഡ് ഈ ചീറ്റ് കോഡ്, ആ പേപ്പർ ബിറ്റ് പിന്നീട് ഒരു ഓപ്ഷനിൽ ലേലത്തിൽ പോയത്. അങ്ങനെ അതിൽ നിന്ന് കാശുണ്ടാക്കാനും പറ്റി. അത് ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല കാര്യം ആ ചീറ്റ് കോഡ് കൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് കഥ.